വോയിസ് ഓഫ് ഹൈജീനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ഏതു ചികിത്സ തിരഞ്ഞെടുക്കണം എന്നതാണ്. നമുക്കൊരു രോഗം വരുമ്പോൾ ഏത് ചികിത്സാ വിഭാഗത്തിലേക്കാണ് നാം പോകേണ്ടത് എന്നതിനെ സംബന്ധിച്ച കൃത്യമായ ഒരു ധാരണ എല്ലാ പൗരന്മാർക്കും ഉണ്ടാകേണ്ടതാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ചികിത്സാ ശാസ്ത്രങ്ങളുടെ അടിസ്ഥാന തത്വങ്ങൾ എന്തെന്നും എങ്ങനെയെന്നും ഒരു സാമാന്യ ബോധമെങ്കിലും നാം ഉണ്ടാക്കിയിരിക്കൽ അത്യാവശ്യമാണ്. അപ്പോൾ മാത്രമേ ഏത് ചികിത്സയാണ് പ്രഥമ പരിഗണന നൽകപ്പെടേണ്ടത് എന്നതിനെ സംബന്ധിച്ച കൃത്യമായ ധാരണ നമുക്കുണ്ടാവും. നമ്മുടെ നാട്ടിൽ 6 തരം വൈദ്യശാസ്ത്ര ശാഖകളുണ്ട്. അതിൽ ഒന്നാമത്തേത് അലോപ്പതിയാണ്, 2 ഹോമിയോപ്പതിയാണ്, 3 ആയുർവേദമാണ്, 4 യുനാനിയാണ്, 5 സിദ്ധയാണ്, 6 പ്രകൃതി ചികിത്സയാണ്. ഈ 6 ചികിത്സാ ശാസ്ത്രങ്ങളും 5.5 വർഷക്കാലത്തെ ഡിഗ്രി നൽകുന്നവയുമാണ്. സർക്കാർ തലത്തിൽ അംഗീകൃതമായ തുല്യ പ്രാധാന്യം നൽകപ്പെടുന്ന 6 ശാസ്ത്രശാഖകളാണിത്. ഇവയുടെ പ്രത്യേകതകളും ഇവയുടെ ചികിത്സാ രീതികളും ആദ്യമേ അല്പസ്വല്പമെങ്കിലും നാം മനസ്സിലാക്കി വെച്ചെങ്കിൽ മാത്രമേ രോഗം വരുമ്പോൾ കൃത്യമായൊരു തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കൂ. അലോപ്പതി ആ കൂട്ടത്തിൽ മോഡേൺ മെഡിക്കൽ സയൻസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ന് ലോകമെമ്പാടും പടർന്ന് പന്തലിക്കുകയും സ്വാധീനം ചെലുത്തുകയും സർവാംഗീകൃതമായി തീരുകയും ചെയ്ത ഏക ചികിത്സാ ശാസ്ത്രവുമാണ് അലോപ്പതി. അലോപ്പതിയോട് അങ്ങേയറ്റത്തെ ആദരവ് ഉണ്ടാകേണ്ടതും ഉണ്ട്. കാരണം അലോപ്പതിയുടെ നൈതികത അഥവാ എത്തിക്സ്, മെഡിക്കൽ എത്തിക്സ് അങ്ങേയറ്റം ആദരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിൻ്റെ ആചാര്യന്മാർ തന്നെ പറയുന്നത് one of the first duties of a physician is to educate the masses not to take medicine എന്നാണ്. ഒരു ചികിത്സകൻ ആദ്യമായി ചെയ്യേണ്ട കാര്യം ജനങ്ങളെ മരുന്ന് കഴിക്കാതിരിക്കാൻ പഠിപ്പിക്കുകയാണ് എന്നാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മരുന്നിനെ സംബന്ധിച്ച് മോഡേൺ മെഡിക്കൽ സയൻസിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. മരുന്നിന് ഡ്രഗ് എന്നാണ് അവർ പേര് കൊടുത്തിരിക്കുന്നത്. DRUG. ഡ്രഗ് എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് എന്നാണ് അർത്ഥം. പിന്നീട് അത് മരുന്നിന് സർവ്വസാധാരണമായി ഉപയോഗിക്കാൻ തുടങ്ങിയതാണ്. ആ പേരതിന് കൊടുക്കാൻ കാരണം അവർ തന്നെ പബ്ലിഷ് ചെയ്യുന്ന ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. CIMS, കറൻറ്റ് ഇൻഡെക്സ് ഓഫ് മെഡിക്കൽ സ്പെഷ്യാലിറ്റീസ്. ഈ പുസ്തകത്തിൽ നമ്മുടെ നാട്ടിൽ കഴിക്കാൻ എഴുതി പ്രിസ്ക്രൈബ് ചെയ്തു കൊടുക്കുന്ന എല്ലാ മരുന്നിൻ്റെയും പേരുകളുണ്ടായിരിക്കും. ആ മരുന്ന് എന്തിനാണെന്നും ആർക്കാണെന്നും എത്രയാണെന്നും എപ്പോഴാണെന്നും എങ്ങനെയാണെന്നും എല്ലാം ഇതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. അതോടൊപ്പം അതിൻ്റെ അപകടങ്ങളും പ്രതിപാദിച്ചിട്ടുണ്ട്. മരുന്നുകൾ പരിധി വിട്ട് കഴിച്ചാൽ ഉണ്ടാകുന്ന സകല അപകടങ്ങളും ഈ പുസ്തകം വളരെ കൃത്യമായി വിശദീകരിച്ച് പറയുന്നുണ്ട്. സേഫ്റ്റി അലർട്ട് എന്ന് പറയും. അതുകൊണ്ട് തന്നെ മോഡേൺ മെഡിക്കൽ സയൻസിനെ നമ്മൾ ആദരിക്കേണ്ടതുണ്ട്. മരുന്നിൽ നിന്ന് എങ്ങനെ മോചിപ്പിക്കാം എന്നാണ് ഓരോ ഡോക്ടറും ശ്രദ്ധിക്കേണ്ടത് എന്നും അത് പറയുന്നുണ്ട്. പല രോഗങ്ങളെ സംബന്ധിച്ചും കൃത്യമായി തന്നെ അതിന് ചില കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ ഈ മരുന്ന് ഒരു പ്രഥമ പരിഗണന നൽകേണ്ട വസ്തുവല്ല എന്ന് ആ ശാസ്ത്രം തന്നെ പറയുന്നത് കൊണ്ട് മാത്രവുമല്ല, ഈ മരുന്നിൻ്റെ ദോഷം മനസ്സിലാക്കി പല വൈദ്യശാസ്ത്ര വിദഗ്ധരും അവിടെ നിന്ന് മാറി നിന്ന അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഉള്ളതുകൊണ്ടും ഹോമിയോപ്പതിയുടെയും നാച്ചുറോപ്പതിയുടെയും ആചാര്യന്മാരും ശാസ്ത്രജ്ഞന്മാരും എല്ലാവരും മുൻകാലത്ത് അലോപ്പതി വൈദ്യശാസ്ത്രജ്ഞന്മാരായിരുന്നു. അവരവിടെ നിന്ന് പിന്മാറിപ്പോരാൻ കാരണം ഈ മരുന്നിൻ്റെ അപകടം കൊണ്ടാണ്. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ്. എന്നാലോ
അലോപ്പതിയെ തിരസ്കരിക്കാനോ നിഷേധിക്കാനോ തള്ളിപ്പറയാനോ പാടില്ല. അലോപ്പതി വൈദ്യശാസ്ത്രം ഒരു എമർജൻസി ട്രീറ്റ്മെൻറ്റാണ്. മറ്റൊരു രക്ഷയുമില്ലാത്തപ്പോൾ അലോപ്പതി കൊണ്ട് തന്നെയാണ് ചികിത്സിക്കേണ്ടത്. ജീവൻ രക്ഷപ്പെടുത്താൻ അവസാനത്തെ വഴി അതാണ് എന്ന നിലക്ക് നാം അതിനെ കാണേണ്ടതുണ്ട്. എന്നാൽ ഒരു ചികിത്സ തിരഞ്ഞെടുക്കേണ്ട സന്ദർഭം വരുമ്പോൾ ഒന്നാം പരിഗണന ഒരിക്കലും തന്നെ അലോപ്പതിക്ക് കൊടുക്കാൻ പാടില്ല. ഈ രോഗം മരുന്നുകളൊന്നുമില്ലാതെ തന്നെ സുഖപ്പെട്ട് കിട്ടുമോ എന്നാണ് നാം ആദ്യം പരിഗണിക്കേണ്ടത്. ആ പരിഗണന പ്രകൃതി ചികിത്സയിലേക്കാണ് എത്തിച്ചേരുക. അവിടം കൊണ്ട് നാം രക്ഷപ്പെട്ടാൽ പിന്നെ സുഖമായി ജീവിക്കാമല്ലോ. അവിടം കൊണ്ടും രക്ഷപ്പെടുന്നില്ല എങ്കിൽ ദോഷം കുറഞ്ഞ ഹോമിയോപ്പതിയോ അതുപോലത്തെ ആയുർവേദമോ യുനാനി സിദ്ധ ചികിത്സകളോ നമുക്ക് ഒന്ന് പരിശീലിച്ച് നോക്കാം. അവിടം കൊണ്ടും പരാജയപ്പെടുകയാണ് എങ്കിലാണ് നാം അവസാനത്തെ കൈയെന്ന നിലക്ക് അലോപ്പതിയുടെ ഭാഗത്തേക്ക് പോകേണ്ടത്. ആക്സിഡൻറ്റ് പറ്റിയാൽ ശ്വാസം കിട്ടാതെ പൊളയുന്നൊരു സന്ദർഭത്തിൽ ജീവൻ രക്ഷിക്കേണ്ടതിന് മറ്റ് മാർഗങ്ങളൊന്നുമില്ലാതെ വരുന്ന സന്ദർഭത്തിൽ ഒരു സർജറി നിർബന്ധമായി വരുന്ന സന്ദർഭത്തിൽ എല്ലാം തന്നെ അലോപ്പതിയുടെ നേരെ തന്നെയാണ് നാം തിരിഞ്ഞു നിൽക്കേണ്ടത്. മറ്റ് സന്ദർഭങ്ങളിലെല്ലാം അത്രത്തോളം എമർജൻസി അല്ലാത്ത സന്ദർഭങ്ങളിലെല്ലാം ഒന്നാം പരിഗണന പ്രകൃതി ചികിത്സയ്ക്ക് കൊടുത്താൽ മരുന്നുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഡോക്ടർമാരിൽ നിന്നും നമുക്ക് മോചനം കിട്ടും. അതിന് ആശുപത്രി വേണമെന്നുമില്ല. അറിവുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കതിന് ആശുപത്രിയുടെ ആവശ്യമില്ല. അയാൾക്ക് സ്വയം തന്നെ ഇത് സംബന്ധിച്ച ഒരു ധാരണയും അറിവും ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ സ്വയം തന്നെ അത് നടപ്പാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പഠനം നാം നടത്തിയേ പറ്റൂ. വിശിഷ്യ ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ പരിധിയിലധികം ആശങ്കാകുലരാണ് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ. അതിന് പരിഹാരമെന്ന നിലക്ക് അവർ പലതരത്തിലുള്ള മരുന്നുകളും വാക്സിനുകളും ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ സൈഡ് ഇഫക്റ്റ് എന്ന നിലക്ക് പുതിയ പുതിയ രോഗങ്ങൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യം മനസ്സിലാക്കാതെയാണ് ഭൂരിഭാഗം ആളുകളും മരുന്നിലേക്ക് കുതിച്ചോടുന്നത്. ഒട്ടുമിക്ക രോഗങ്ങളും മരുന്നില്ലാതെ തന്നെ ഭക്ഷണ ജീവിത രീതി മാറ്റിയാൽ പൂർണ്ണമായി സുഖപ്പെടാവുന്നതേ ഉള്ളൂ. ഞങ്ങളുടെ കഴിഞ്ഞ 10-25 വർഷക്കാലത്തെ അനുഭവം അതാണ്. കേരളത്തിൽ ധാരാളം പ്രകൃതി ചികിത്സകരുണ്ട്, ആശുപത്രികളുണ്ട്, സർക്കാർ തലത്തിലുണ്ട്. അവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ചികിത്സകളും ലഭ്യമാകുന്നതും ആണ്.